പ്രൈസ് ദ ലോർഡ്. ദൈവവചനത്തിൻ്റെ കേൾവിക്കാരായി, ശ്രോതാക്കളായി ആകാംക്ഷയോടെ ഈ പ്രഭാതത്തിലും കാത്തിരിക്കുന്ന ദൈവജനത്തെ ആരോഗ്യത്തോടെ, ബലത്തോടെ, ദൈവവചനത്തിൻ്റെ ഉറപ്പോടെ സൂര്യനെ പോലെ പ്രശോഭിക്കുവാൻ ശക്തിയും ബലവും പകർന്നു തന്ന സർവശക്തനായ ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് കടക്കാം. ഇന്നത്തെ വേദവചന ചിന്തയുടെ ആധാരമായി ലൂക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായം 24-ാമത്തെ വാക്യം. ലൂക്ക് ചാപ്റ്റർ 15 വേഴ്സ് 24. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആനന്ദിച്ച് തുടങ്ങി. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ ഹൃദയത്തിനകത്ത് ഇപ്പോൾ ഒരു ചിന്ത, ഈ വചനം കേട്ടപ്പോൾ തന്നെ നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു ചിന്ത വന്നു. ആ ചിന്ത മുടിയനായ പുത്രൻ. പുസ്തകത്തിൽ ഇല്ലാത്തൊരു പദമാണ് മുടിയനായ പുത്രൻ, പക്ഷേ ചിന്ത വന്നു മുടിയനായ പുത്രൻ. അതെ, പ്രോഡിഗൽ സൺ. അങ്ങനെ വേദപുസ്തകത്തിൽ ഇല്ലെങ്കിലും ആ പദം അങ്ങനെയാണ് നമ്മൾ പ്രയോഗിക്കുന്നത്. മുടിയനായ പുത്രൻ, പ്രോഡിഗൽ സൺ, അങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഈ ലൂക്കോസിന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം കണ്ടുകിട്ടിയ ഒരു മെസ്സേജ്. കണ്ടുകിട്ടിയിരിക്കുന്നു. ആ ഒരു സന്ദേശമാണ് 15-ാം അധ്യായം തരുന്നത്. ആദ്യം കാണാം, ഒരിടയന് 100 ആടുണ്ടായിരുന്നു, അതിലൊന്നിനെ നഷ്ടപ്പെട്ടു. ആ ഇടയൻ, ജീവനുള്ള ആടിനെ നഷ്ടപ്പെട്ട ഇടയൻ 99 വിട്ടിട്ട് ഒന്നിനെ തേടി പുറപ്പെട്ടു. ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ഒരു സ്ത്രീക്ക് 10 ദ്രഹ്മയുണ്ടായിരുന്നു, അതിലൊന്നും നഷ്ടപ്പെട്ടു. 9 എടുത്ത് സൂക്ഷിച്ചു വെച്ചിട്ട് കാണാതെ പോയി. ഒന്നിനു വേണ്ടി വീട് മുഴുവൻ അടിച്ചു വാരി വൃത്തിയാക്കി അത് തേടിയെടുത്തു, അല്ലെങ്കിൽ കണ്ടുകിട്ടിയിരിക്കുന്നു. ആ ദ്രഹ്മ കണ്ടുകിട്ടിയിരിക്കുന്നു. ഒരു മനുഷ്യന് 2 മക്കൾ ഉണ്ടായിരുന്നു, അതിലൊരുവൻ വീട് വിട്ടു പുറത്തുപോയി. വീട് വിട്ടുപോയി, വരേണ്ട ഓഹരിയും മേടിച്ച് വീട് വിട്ടു പുറത്തുപോയി. ദൂരെ എവിടെയൊക്കെയോ പോയിട്ട് കാത്തിരുന്ന ഒരു പിതാവിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു. മടങ്ങി വന്നു, അവനെ കണ്ടുകിട്ടിയിരിക്കുന്നു. ദ്രഹ്മ കണ്ടുകിട്ടിയിരിക്കുന്നു, ആടിനെ കണ്ടുകിട്ടിയിരിക്കുന്നു, പോയ പുത്രനെ മടക്കി കിട്ടിയിരിക്കുന്നു. അല്ല, ഇവിടെ എഴുതിയിരിക്കുന്നത് കണ്ടുകിട്ടിയിരിക്കുന്നു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. ഇന്ന് ഈ സന്ദേശത്തിന്റെ തുടക്കത്തിൽ തന്നെ പറയട്ടെ, കണ്ടുകിട്ടിയിരിക്കുന്നു. ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഈ സന്ദേശത്തിനകത്തൊരു സന്ദേശത്തിനകത്ത് ഹൃദയത്തെ തട്ടി ഉറപ്പിക്കുന്ന ഒരു വാക്ക് വിളിച്ചു പറയുക, കണ്ടുകിട്ടിയിരിക്കുന്നു. നിനക്ക് നഷ്ടപ്പെട്ടത് കണ്ടുകിട്ടിയിരിക്കുന്നു. നിനക്ക് ലഭിക്കേണ്ടത്, തടയപ്പെട്ടത്, അത് കണ്ടുകിട്ടിയിരിക്കുന്നു, ലഭിച്ചിരിക്കുന്നു. അടഞ്ഞുപോയി, ഇനി ഇത് കിട്ടുകയില്ലെന്ന് പറഞ്ഞത് നിനക്ക് മടക്കി ലഭിച്ചിരിക്കുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ആ ഒരു ബന്ധം, അത് കണ്ടുകിട്ടിയിരിക്കുന്നു. നിനക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവമായിട്ടുള്ള ബന്ധം, അത് കണ്ടുകിട്ടിയിരിക്കുന്നു. കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടപ്പെട്ടതുപോയ ദൈവത്തിന്റെ കൃപാവരങ്ങൾ, അത് കണ്ടുകിട്ടിയിരിക്കുന്നു, മടക്കി ലഭിച്ചിരിക്കുന്നു. ആത്മീയ തലത്തിൽ താന്നുപോയ, ആത്മീയ തലത്തിൽ അതേ ഉന്നതിയോടെ കാത്തുനിന്ന് നിന്റെ വിശ്വാസ ജീവിതത്തിൽ എവിടെയോ കോട്ടം വന്നെടുത്ത് അതിനെ ഒന്ന് ഫില്ലാക്കാൻ, അതിനെ ഒന്ന് മടക്കി ലഭിക്കാൻ, അതും കണ്ടുകിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ കണ്ടുകിട്ടിയിരിക്കുന്നു, മടക്കി ലഭിച്ചിരിക്കുന്നു, തിരികെ ലഭിച്ചിരിക്കുന്നു എന്നുള്ള വചനം, നിനക്ക് വേണ്ടി അടയ്ക്കപ്പെട്ട വാതിലുകൾ നിനക്ക് വേണ്ടി വീണ്ടും തുറന്നിരിക്കുന്നു, ഓപ്പൺ ആയിരിക്കുന്നു. ഇനി ഒരിക്കലും ഇത് മടക്കി കിട്ടുകയില്ലെന്ന് പറഞ്ഞു ഉപേക്ഷിച്ച് നിനക്ക് മടക്കി കിട്ടിയിരിക്കുന്നു. ഈ കണ്ടുകിട്ടി, മടക്കി ലഭിച്ചു എന്നുള്ള ചിന്തയോടെ ആ ഭാഗത്തിലേക്ക് കിടക്കട്ടെ. ദ്രഹ്മ ഒരെണ്ണം പോയി, ആ സ്ത്രീക്ക് സ്വസ്ഥത നഷ്ടപ്പെട്ടു. 10 ഉണ്ടായിരുന്നു, 1 നഷ്ടപ്പെട്ടു. അവൾ വീട് മുഴുവൻ അടിച്ചുവാരി അതെടുത്തു. ആ ദ്രഹ്മ അവളുടെ ഉത്തരവാദിത്വത്തിൽ അവൾ അങ്ങോട്ട് ചെന്ന്, ആ നഷ്ടപ്പെട്ടത് എവിടെ അവളുടെ കരത്തിൽ നിന്ന് കൈമോശം വന്നത്, അങ്ങോട്ട് ചെന്ന് അവിടെ നിന്ന് എടുത്തു. 2 ആട് പോയി. ആടിനെ എവിടെയോ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഇടയൻ തേടിപ്പോയി. പക്ഷെ ആട് കരഞ്ഞ് നിലവിളിച്ചിട്ടുണ്ടാവും. ഒറ്റപ്പെട്ടു പോയി ആട് നിലവിളിച്ചിട്ടുണ്ടാവും.
അവിടെ നാടിനെ മടക്കി കിട്ടിയിരിക്കുന്നു. എന്നാൽ 2 മക്കളിൽ ഒരുവൻ പുറപ്പെട്ടു പോയി, ദൂരദേശത്ത് പോയി. അവനെ അന്വേഷിച്ചാലും പോകാനുണ്ടായില്ല. അവന് സുബോധം വന്നിട്ട്, ആ വാക്ക് ശ്രദ്ധിക്കണേ, സുബോധം വന്നിട്ട്. അവൻ പന്നിയെ തീറ്റുന്ന ആ വാളവരെയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ച് അതുപോലും ആർക്കും അവന് കൊടുക്കാതിരിക്കുമ്പം അവൻ സുബോധം വന്നിട്ട്, എന്റെ വീട്ടിൽ എത്ര കൂലിക്കാർ തിന്ന് ബാക്കി ശേഷിപ്പിക്കുന്നു, ഞാനോ ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുബോധം വന്നിട്ട് അവനൊരു തീരുമാനമെടുത്തു. അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ അപ്പന്റെ അടുക്കൽ മടങ്ങി ചെന്നിട്ട് ഒരു കൂലിക്കാരനെ പോലെ ആക്കണമേ എന്ന് അപേക്ഷിക്കാൻ. എപ്പോഴാണെന്നറിയാമോ? സുബോധം വന്നിട്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, ഈ അപ്പൻ റിസീവ് ചെയ്യുമോ? അപ്പൻ ക്ഷമ പറഞ്ഞ് ചെല്ലുമ്പോ ഒരു കൂലിക്കാരനായിട്ട് എടുക്കുമോ? നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. എന്നാൽ ഇന്ന് കേൾക്കണം, ദൈവജനം കേൾക്കണം. ഇല്ല, ഒരപ്പൻ നിന്നെ കാത്തിരിക്കുന്നുണ്ട്. നീ മടങ്ങി ചെല്ലുന്നതും കാത്ത് വീടിന്റെ സിറ്റ് ഔട്ടിൽ നിന്നെ നോക്കിയിരിക്കുന്ന ഒരു അപ്പനുണ്ട്. അപ്പൻ അറിയാം മടങ്ങി വരുമെന്ന്. ആ മടങ്ങി വരവിന്റെ വാക്കിന്റെ ആഹ്ലാദവും സന്തോഷവുമാണ് നമ്മൾ വായിച്ച വാക്യം. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചു, കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ആ മുമ്പോട്ടുള്ള ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്, തടിപ്പിച്ച കാളയിറക്കുന്നു, മോതിരമിടുന്നു, പുതിയ വസ്ത്രം ധരിപ്പിക്കുന്നു, ഒരു 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 വാം വെൽക്കം, ഒരു റെഡ് കാർപ്പറ്റ് വെൽക്കം ആ വീട്ടിൽ കൊടുക്കുകയാ. കാത്തിരിക്കുന്ന ഒരു അപ്പനുണ്ട്. ഈ ലോകത്തിലെ അപ്പൻ കാത്തിരിക്കുന്നെങ്കിൽ സ്വർഗത്തിലെ ദൈവം എത്രയധികം. ഒന്നുകൂടെ ശ്രദ്ധിച്ചേ. ഞാൻ ഇങ്ങനെ ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരപ്പൻ ഒരിക്കൽ മകന് ഒരു വഴക്കുണ്ടായി. ഒരു 17 വയസ്സുള്ള മകൻ നാട് വിട്ടുപോയി. ഇനി അപ്പൻ്റെ കൂടെ ജീവിക്കുന്നില്ലെന്നും പറഞ്ഞ് ആ റിബൽ മെന്റാലിറ്റി ഉള്ള ടൈമിൽ നാട് വിട്ടുപോയി. അപ്പം പറഞ്ഞ് നീ ഇറങ്ങിപ്പോക്കോ. അമ്മ കരച്ചിലോടെ നോക്കി നിന്നു. വർഷങ്ങൾ 1-2 കഴിഞ്ഞ് എവിടെയൊക്കെയോ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കറങ്ങി വന്നു. കറങ്ങി വന്നിട്ട് ഇവന് ഇവിടെ ജോലിയായില്ല. അവന് വീട്ടിലേക്ക് മടങ്ങി വരണം, അവൻ അപ്പനെ കാണണം, അമ്മയെ കാണണം. അന്നത്തെ ഒരു ഇല്ലന്റ് മേടിച്ചിട്ട്, അവൻ 75 വയസ്സിൽ ഇല്ലന്റ് മേടിച്ചിട്ട് അതിൽ എഴുതി, അപ്പാ ഞാൻ വീട്ടിലേക്ക് മടങ്ങി വരികയാ. അപ്പൻ എന്നെ സ്വീകരിക്കുന്നുണ്ടെങ്കിൽ, അപ്പൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ വീടിന്റെ ആ ഉത്തരത്തിൽ മോന്താഴത്തേൽ ഞാൻ ഇന്ന ദിവസത്തിൽ 15-ാം തീയതി ഇന്ന ദിവസത്തിലുള്ള ഇന്ന ട്രെയിനിൽ ഞാൻ നോക്കുമ്പോൾ അപ്പൻ എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ, എന്നെ റിസീവ് ചെയ്യുമെങ്കിൽ നമ്മുടെ വീട്ടിന്റെ ഉത്തരത്തിൽ ഒരു വെള്ളക്കൊടി ഒന്ന് കെട്ടിയേക്കണം, ഒരു വെള്ളക്കൊടി ഒന്ന് കെട്ടിയേക്കണം. അപ്പം കത്ത് കിട്ടി. പോസ്റ്റ്മാങ്ങളുടെ കൊടുത്ത കത്ത് കിട്ടി. വായിച്ചു, കരഞ്ഞു. അമ്മ കത്ത് മേടിച്ചു. അപ്പന്റെ കരച്ചിൽ കണ്ടു, നോക്കി നിന്നു. എന്നിട്ട് അമ്മ പറഞ്ഞു, നിങ്ങൾ എന്താ മനുഷ്യ നോക്കുന്നേ, വേഗം വെള്ളക്കൊടി എടുത്ത് കെട്ട്. അപ്പൻ അകത്തിയെന്ന് തൻ്റെ വെള്ള മുണ്ട് കീറി ഒരു കമ്പേ കെട്ടി നല്ല വെള്ള കൊടിയാക്കി ആ വീടിന്റെ മോന്താഴത്തെ കെട്ടി. എന്നിട്ട് ദൂരെ മാറി നിന്ന് നോക്കി. അപ്പം പറഞ്ഞു, പക്ഷേ എൻ്റെ മോൻ ഇത് കണ്ടില്ലെങ്കിലോ, ആ ട്രെയിനിൽ പോകുമ്പോൾ ഇത് കണ്ടില്ലെങ്കിലോ. അപ്പൻ ആ മുണ്ടിന്റെ ബാക്കി എടുത്തുകൊണ്ട് വന്ന് വീണ്ടും കെട്ടി. 1, 2, 3 വെള്ളക്കൊടി കെട്ടുക. 1, 2, 3, 4, 5 പോരാ. ഇനി ഇതെങ്കാലും ആ ട്രെയിൻ വേഗത്തിൽ പോകുമ്പോ കണ്ടില്ലെങ്കിലോ. അപ്പൻ വീട് മുഴുവൻ കെട്ടിയിട്ടും തീർന്നില്ല. ആ വീടിന്റെ അതിര് തുടങ്ങുമ്പോ തൊട്ട്, ആ ഫെൻസിങ് കെട്ടിയിരുന്ന വീടിന്റെ അതിര് തുടങ്ങുമ്പോ തൊട്ട് തീരുന്നവരെ വീണ്ടും പോയി റോള് കണക്കിന് വെള്ളത്തുണി മേടിച്ചുകൊണ്ട് വന്ന് ആ കൊടികൾ കെട്ടി, കൊടികൾ തോരണം പോലെ കെട്ടി വെച്ചിരിക്കുക. എന്നിട്ട് അമ്മയോട്, അവന്റെ ഭാര്യയോട് ചോദിച്ചു പല പ്രാവശ്യം, എടി നമ്മളെ മോൻ ഇത് കാണാതെ പോകുമോ? ഇല്ല, കാണും. ആ ട്രെയിൻ, ആ പറഞ്ഞ ഡേറ്റിൽ ട്രെയിൻ വളരെ വേഗത്തിൽ പാഞ്ഞു പോകുക ആ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ. ദൂരത്തുനിന്ന് നോക്കിയത് ഒരു വെള്ളക്കൊടി വീടിന്റെ ഉത്തരത്തേക്ക് ഇട്ടിട്ടുണ്ടോ. ആ മകൻ നോക്കുമ്പോ കാണാം ഒരു കൊടി ചോദിച്ച ഇടത്ത് 1,1000 കൊടികൾ വെച്ചിരിക്കുക. വീടിൽ മാത്രമല്ല, ആ അതിര് തുടങ്ങുമ്പോ മുതൽ ഒരു ഏരിയ മുഴുവൻ കൊടികൾ കൊണ്ട് നിറച്ചിരിക്കുക. ഇരുന്ന കുഞ്ഞിന്റെ കണ്ണ് നിറഞ്ഞു. അവൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് ഓടി വീട്ടിലേക്ക് വന്ന് അപ്പനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, അപ്പാ ഞാൻ ഒരു കൊടി. അപ്പന്റെ സ്നേഹം എനിക്ക് മനസ്സിലായി, അപ്പന്റെ സ്നേഹം. അപ്പൻ കാത്തിരിക്കുന്നത് എത്ര മാത്രം. ഒരു കൊടിയാ ചോദിച്ചത്, ഇത് 1000 കൊടികൾ എനിക്ക് വേണ്ടി കെട്ടിയിരിക്കുക. ഒന്നും പറയാനില്ല, വാക്കുകൾ പറയാനില്ല. കണ്ണുനീരുകൾ സംസാരിച്ചു, ഫേസ് സംസാരിച്ചു, ഹൃദയങ്ങൾ സംസാരിച്ചു. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഈ അമ്മ. പ്രിയരെ, ലോകത്തിലൊരപ്പൻ ഇതുപോലെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ
സ്വർഗസ്ഥനായ പിതാവ് നിന്നെ ഓർത്ത് എത്രയധികം ഒരു മടങ്ങി വരവിന് വേണ്ടി കണ്ടു കിട്ടിയിരിക്കുന്നു പറയാൻ, നഷ്ടപ്പെട്ടതിനെ നിനക്ക് മടക്കി തരാൻ, തടഞ്ഞു വെച്ചതിനെ നിനക്കൊന്ന് തരാൻ നീ ഒന്ന് വന്നേ പിതാവിന്റെ അടുക്കലേക്ക്. കർത്താവിന്റെ അടുക്കലേക്ക് ഒന്ന് വന്നേ. നിന്നെ മറന്ന് കളഞ്ഞതല്ല, നിനക്ക് തരാൻ കാത്തിരിക്കും, നിനക്ക് മടക്കി തരാൻ, നഷ്ടപ്പെട്ട പദവി മടക്കി തരാൻ, നഷ്ടപ്പെട്ട ആ ബോധിനം മടക്കി തരാൻ, നഷ്ടപ്പെട്ട ആ പദവി, ആ വേഷങ്ങൾ, ആ അപ്പന്റെ മകൻ എന്ന പദവി മടക്കി തരാൻ അപ്പൻ നോക്കിയിരിക്കുകയാ. വീടടക്കം ആനന്ദിക്കാൻ നീ മടങ്ങി ചെല്ലുമ്പോൾ വീടടക്കം ആനന്ദിക്കാൻ അപ്പൻ നോക്കിയിരിക്കുകയാ. ഇന്ന് ഈ സന്ദേശം കേൾക്കുമ്പോൾ അതിലേക്കൊന്ന് ശ്രദ്ധിച്ചേ. ഒന്നും മടങ്ങി വരുന്നേ അപ്പന്റെ പാദപീഠത്തിലേക്ക് ഒന്ന് സമർപ്പിച്ചേ, ഒന്ന് ദൈവത്തിന്റെ മുമ്പാകെ ഒന്ന് സമർപ്പിച്ചേ. ഒന്നും മടങ്ങി വരവിന് വേണ്ടി അപ്പൻ നിനക്ക് മടക്കി തരാൻ, നഷ്ടപ്പെട്ട പദവി തരാൻ, നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് മടക്കി തരാൻ, ആ കൃപ നിനക്ക് തരാൻ, കൃപാവരം തരാൻ, അപ്പനോട് ചേർത്ത് പിടിക്കാൻ, അപ്പന്റെ വീട്ടിൽ താമസിപ്പിക്കാൻ, അപ്പന്റെ കൂടെ കയ്യെ പിടിച്ച് നടക്കാൻ, ആ സാന്നിധ്യമായി നിന്റെ കൂടെ വരാൻ അപ്പൻ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. കണ്ണുകൾ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഈ ജനത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ കേട്ട സന്ദേശം ഞങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ അപ്പന്റെ അടുക്കിലേക്ക് ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. നഷ്ടപ്പെട്ടതിനെ മടക്കി തരുന്ന, നഷ്ടപ്പെട്ട പദവിയെ മടക്കി തരുന്ന, നഷ്ടപ്പെട്ടതിനെ എല്ലാം മടക്കി തരുന്ന, അത് കണ്ടു കിട്ടിയിരിക്കുന്നു എന്ന് ആനന്ദിക്കുന്ന അപ്പന്റെ അടുക്കലേക്ക്, സ്വർഗസ്ഥനായ പിതാവിന്റെ അടുക്കലേക്ക് യേശു മൂലം ഞങ്ങൾ അടുത്തു വരുന്നപ്പ. പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി ഞങ്ങളെ ഗൈഡ് ചെയ്യുന്നതിനായി സ്തോത്രം. ആത്മാവിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ഈ ജനത്തെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. കണ്ടുകിട്ടിയിരിക്കുന്നു, അതങ്ങനെ തന്നെ കർത്താവെ കൈമാറുന്നു. ജനത്തെ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ആത്മാവിൽ ബലപ്പെടുന്നു. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. കൂടിയിരിക്കുന്നതിനായി സ്തോത്രം. തമ്മിൽ കാടുകൾ ക്രമയിൽ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടി ഇരിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവിന്റെ സാന്നിധ്യത്തിൽ അറിയാം. ഗോഡ് ബ്ലെസ് യു ഓൾ.